ഏതു ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മായിന് നമ്മുടെ ശ്രുതിനെ വിടാണ്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്യാമോനെ കല്യാണം കഴിക്കുന്നുണ്ട്, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്കിന് ഗേറ്റുമേൽ നമ്മുടെ ശ്യാം തന്നെയാണ് ആ പേരൊക്കെ എഴുതി വയ്ക്കുന്നത്. എന്നിട്ട് ശ്യാം വഴി കൂടെ പോണവരൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ചീത്ത പറയുന്നുണ്ട്. ഇങ്ങനെ അനാവശ്യമൊക്കെ എഴുതി വെച്ചാൽ ഇതൊരു പെൺകുട്ടിയല്ലേ, ഇവൾക്കൊരു ജീവിതം വേണ്ടതെന്നൊക്കെ അവരുടെ മുന്നിലൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിലും അത് ശ്രുതിനെ വലിച്ചു കൊണ്ടുപോയി അതൊക്കെ കാണിക്കുന്നുണ്ട്. കല്യാണത്തിന് സമ്മതിക്കാണ്ടാവുമ്പോൾ പിന്നീട് അച്ഛൻ്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ അങ്ങനെ ആ താലത്തിൻ്റെ തട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ശ്രുതി കൈ വെച്ച് കഴിഞ്ഞിട്ട് വിവാഹത്തിൽ ആര് വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ശ്രുതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അമ്മായി പിന്നീട് ശ്രുതിനെ വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ കൊണ്ടുപോയി ശ്യാമിനെ ശ്രുതിനെ കൊണ്ട് ഒന്നിച്ച് തൊഴിപ്പിക്കണം. വിഗ്രഹമൊക്കെ തൊട്ട് നിറവേക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ വേണ്ടാന്ന് ശ്രുതിയോട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛന് സന്തോഷമാണെന്ന് വിചാരിച്ചത്. അയാൾ ശ്രുതി കല്യാണത്തിന് സമ്മതിച്ചോടുകൂടി അയാൾ ആകെ തകർന്നുണ്ട്. അയാൾ ആകെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ അശ്വിൻ സാറിൻ്റെ വീട്ടിൽ അശ്വിൻ സായിറാമിനെ ഇങ്ങനെ ഉഴിഞ്ഞൊക്കെ ഇടുന്നുണ്ട്. കല്യാണത്തിനൊക്കെ സമ്മതിച്ചില്ല സന്തോഷം കൊണ്ട് ചേച്ചി വന്നിങ്ങനെ ഉഴിഞ്ഞൊക്കെ ഇടുമ്പോൾ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി വാതിലൊക്കെ അടയ്ക്കും. പിന്നീട് അഞ്ജലി പിന്നാലെ ചെന്നുകഴിഞ്ഞിട്ട് പറയും, മോനെ നിനക്ക് ഇഷ്ടപ്പെടാണ്ട് അവർക്ക് വേണ്ടിയാണ് നീ വിവാഹത്തിന് സമ്മതിച്ചെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്യരുത്, ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അവൾക്ക് ആശ കൊടുത്തിട്ട് ചതിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ഞെട്ടുന്നുണ്ട്. കാരണം അശ്വിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ശ്രുതിയുടെ മുഖം ഓർമ്മ, ശ്രുതിനൊക്കെ ഇങ്ങനെ മുഖത്തുമ്മ വയ്ക്കാൻ നോക്കുന്നതും അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ ആശിപ്പിച്ചിട്ട് ചതിക്കാൻ പാടില്ല ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവളുടെ ശാപം നമ്മളെ ഈ കുടുംബം തന്നെ തകർത്തെറിയുന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി. അങ്ങനെ ശ്യാമാകെ പേടിച്ച് അശ്വിൻ സാറ് നമ്മുടെ ശ്രുതിക്ക് എന്തായാലും ഒരു പരിധി വരെയും ശ്രുതിക്ക് ആശ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊഫൈൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.